ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് സ്കൂളുള്ള ഒരു ദിവസത്തെ രാവിലത്തെ റൊട്ടീനാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇന്ന് എൻ്റെ റൊട്ടീൻ എങ്ങനെയാണ് സ്കൂളുള്ള ഒരു ദിവസം, സ്കൂള് ചേട്ടന് പോകേണ്ട ദിവസമൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. പതിവ് പോലെ തന്നെ ഇപ്പോൾ 6 മണിക്ക് ഇതൊക്കെ തന്നെയാണ് രാവിലെ എണീക്കാറ്. നേരത്തെ എല്ലാം തലേദിവസം പറക്കി വെക്കുന്നുണ്ട്. രാവിലെ എങ്ങനെയായാലും ഒരു 6 മണി കഴിഞ്ഞിട്ട് എണീക്കാറുള്ളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് 7:30 മുമ്പേ എല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമല്ലോ. രാവിലെ തന്നെ എണീച്ചതിൻ്റെ ഒരു പതിവുള്ളൊരു കാര്യമാണ് ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു മണം കിട്ടുമ്പോൾ തന്നെ, അതായത് നമ്മൾ ഈ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് അല്ലേ, എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാണ് ഒരു ദിവസം തുടങ്ങാറ്. അതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ തന്നെ സത്യത്തിൽ എന്തോ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് തോന്നുന്ന പോലെ രാവിലെ ഇതൊന്ന് കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് ഫീലിംഗ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഞാൻ ചായയോട് കൂടിയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതില്ലാണ്ട് എനിക്ക് പറ്റത്തുമില്ല. അപ്പോൾ ചായക്കുള്ളതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയലായിരുന്നു ഇന്ന്. അവിയലും ഇന്ന് ഒത്തിരി കറിയൊന്നുമില്ല. ഇന്ന് സത്യം പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ആണെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 3-4 ഐറ്റമൊക്കെ എങ്ങനെയായാലും ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ഒരു തട്ടിക്കൂട്ട് ലഞ്ച് ബോക്സ് തന്നെയാണ്. അപ്പോൾ ചേട്ടന് കാപ്പി തന്നെയാണ് കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് പിന്നെ മോൾക്ക് മാത്രം മതി. അപ്പോൾ അവൾക്ക്, ചേട്ടനാണെങ്കിൽ അവിയലൊന്നും വലിയ പ്രിയമില്ല, അവിയലൊന്നും വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ മോൾക്കാണെങ്കിൽ ഈ വക സാധനങ്ങൾ, അവിയൽ, സാമ്പാർ ഇങ്ങനെയുള്ളതൊക്കെ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ അവിയലിനുള്ള എല്ലാം തലേ ദിവസം അരിഞ്ഞ് പറക്കി വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് വേറെ പണിയിൽ തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ അല്ലേ. അപ്പോൾ അവിയലിനുള്ളത് എല്ലാം എടുത്ത് നന്നായിട്ട് ഞാൻ കഴുകി, ഞാൻ ചെയ്യുന്ന തലേ ദിവസം അരിഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. വെള്ളത്തിലിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കാറ്. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് അതിൽ കീടാണുക്കളെല്ലാം പോകുമല്ലോ, നശിച്ചു പോകുമല്ലോ. അപ്പം തലേ ദിവസം അത് മാത്രമല്ല, നമ്മൾ ഈ കായൊക്കെ ആയാലും വെള്ളത്തിൽ അരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്നറിയാമല്ലോ, കറുത്ത് പോകും സമയമാകുമ്പോഴത്തേക്കും. വെള്ളത്തിലെല്ലാം ഇടുന്നതെന്നുണ്ടെങ്കിൽ കായൊക്കെ കറുത്തിട്ടാവും ഉണ്ടാവുക. അപ്പം അത് വെള്ളത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. അപ്പോൾ തലേ ദിവസം അരിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലോട്ടിട്ട് ഉപ്പും കൂടെ തട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് നന്നായിട്ട് പിന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത്, വെള്ളം കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടി ഞാൻ ചേർക്കാറില്ല, ചിലർ കളറിൽ ചേർക്കാറുണ്ട്. അമ്മയൊക്കെ വയ്ക്കുമ്പോൾ ചേർക്കും. എനിക്കെന്തോ ആ ഒരു കളർ ഇഷ്ടമല്ല. മുളക് പൊടിയും കൂടെ വരുമ്പോൾ ഉള്ളൊരു കളർ എനിക്കിഷ്ടമല്ല. അത് മഞ്ഞൾപ്പൊടി മാത്രമാണ് വയ്ക്കാറ്. പിന്നെ ഇന്ന് ദോശയും ചമ്മന്തിയാണ് ആക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നലെ തന്നെ മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ചമ്മന്തി. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വീട്ടിൽ എത്ര കറി ഉണ്ടെങ്കിലും അച്ഛനും മോൾക്കും ചമ്മന്തി മസ്റ്റാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാന്താരി മുളകും കൊച്ചുള്ളിയും പുളിയും, ഞാൻ കുറച്ച് ജീരകം കൂടി ഇടും ചമ്മന്തിയിൽ. പിന്നെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് ഉരുട്ടിയെടുത്തിട്ടുള്ള ചമ്മന്തി. അപ്പോൾ ദോശയ്ക്കും ചേട്ടന് കാപ്പിക്കും അത് തന്നെ കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. ദോശയുടെ കൂടെ ചമ്മന്തി തന്നെ മതി. അല്ലാതെ രാവിലെ ഞാനല്ലാതെ ദോശയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മറ്റേ തേങ്ങ അരച്ച് കലക്കിയെടുക്കുന്ന ചമ്മന്തിയാണ് ഉണ്ടാക്കി. അപ്പോൾ അത് കൊടുത്തു വിടാനായിട്ട് എന്തായാലും പറ്റില്ല. മോൾക്കും അത് സ്കൂളിലൊന്നും ഞാൻ അങ്ങനെ, കാരണം കഴിക്കുന്ന സമയമാകുമ്പോൾ എന്തായാലും അത് വളിച്ചിട്ട് പോകുമല്ലോ. അതുകൊണ്ട് അത് കൊടുത്തു വിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് തന്നെ കൊടുത്തു വിടും. ചേട്ടന് ചമ്മന്തി ഇഷ്ടമായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനിടയ്ക്ക് നമ്മൾ അവിയൽ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് അരപ്പ് തയ്യാറാക്കിയാണ് ഞാൻ. കൊച്ചുള്ളിയും ജീരകം, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഇത്രയും കൂടെ ഇട്ടാണ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവിയലിൽ ചേർക്കാറ്. എടുത്തു പറയാൻ കാര്യം, പലരും പല രീതിയിൽ, അതായത് ചിലർ ജീരകവും പച്ചമുളകും മാത്രം ചേർത്ത് വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലർ ഈ കൊച്ചുള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ അങ്ങനെയൊക്കെ വയ്ക്കുന്നത് പല രീതിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് അരപ്പെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ തക്കാളി, കറിവേപ്പില. പിന്നെ ഞാൻ ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഒരു കറി എന്ന് പറയുന്നത് അവിയലാണ്. എനിക്ക് അവിയലിനകത്ത് മാത്രം, ബാക്കി എല്ലാത്തിലും ഞാനിപ്പോൾ കടുക് വറുക്കാനാണെങ്കിലോ ഒക്കെ ഉള്ള പേരിന് മാത്രമാണ് വെളിച്ചെണ്ണ ചേർക്കാറ്. പക്ഷേ അവിയലിൽ മാത്രം എനിക്ക് നല്ല രീതിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. എനിക്ക് അവിയലിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മൾ ആ വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിക്കുന്ന സമയത്താണ് എനിക്ക് ഫീൽ ചെയ്യുക. അത് അങ്ങനെ വയ്ക്കുന്ന ദിവസങ്ങളിൽ അവിയൽ നല്ലതാണെന്ന് പറയാറുണ്ട്. നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ കുറച്ച് ഉള്ള ദിവസങ്ങളിൽ അത്ര നല്ല അഭിപ്രായം, അതായത് കൊള്ളില്ല എന്നല്ല, ഒന്നും പ്രത്യേകിച്ച് പറയാറില്ല. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് വയ്ക്കുന്ന ദിവസങ്ങളിൽ അമ്മയൊക്കെ പറയാറുണ്ട് നല്ല അവിയൽ, നല്ല അവിയലെന്ന്.
വെളിച്ചെണ്ണ എത്ര ഒഴിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കാനായിട്ട് വരും. അത് ഇപ്പോഴും വെളിച്ചെണ്ണയുടെ വിലയും അങ്ങനെയാണല്ലോ അല്ലേ. എൻ്റെ പൊന്നോ, എന്തൊരു പോക്കാണോ എന്തോ. എങ്ങനെയാണ് വാങ്ങിച്ച് ഉപയോഗിക്കാമെന്ന് അറിഞ്ഞുകൂടാ, അമ്മാതിരി പോക്കാണ് വില കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ എന്നാലും ഇതിനൊക്കെ മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അങ്ങനെ എല്ലാത്തിനും ഒന്നും ഉപയോഗിക്കുള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ, ബാക്കി കറികളിലെല്ലാം. അപ്പോൾ അതും ആയതിന് ശേഷം, അവിയലും ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അപ്പം ദോശയും കൂടി ചുട്ടെടുക്കുവാണെങ്കിൽ ഇവർക്ക് 7:30 മണിക്ക് പോകണം. അതിന് മുമ്പേ നമ്മൾ 2 പേർക്കും, മോൾക്ക് 8 മണിക്ക് ബസ് വരുള്ളൂ. 8 മണിക്ക് ബസ്സില്ല, 8 മണിക്ക് റോഡിൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങും, വീട്ടിൽ നിന്ന് ഇറങ്ങും. 8:10, 8:15 ആകുമ്പോഴാണ് വണ്ടി വരിക. ചേട്ടന് പക്ഷേ 7:20 ആകുമ്പം 7:20, 7:30 ഇവിടെ നിന്ന് പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാം റെഡി ആക്കണം. പിന്നെ ഞാനൊരു മുട്ട ഓംലേറ്റും കൂടെ മോൾക്ക് ചോറിന് ലഞ്ചിന് അതും കൂടെയാണ് കൊടുത്തു വിടുന്നത്. അപ്പം ചേട്ടനുള്ള ദോശ എടുത്ത് വയ്ക്കുകയാണ്. ദോശയും നമ്മൾ ചമ്മന്തി തന്നെയാണ് ചേട്ടനെടുത്ത് വയ്ക്കുന്നത്. ആൾക്ക് അത് കഴിക്കാൻ എളുപ്പത്തിന് അതാണ്. എന്നും അതൊന്നും അല്ല കൊണ്ടുപോവുക. ചിലപ്പം അത് മതിയെന്ന് പറയും. ചിലപ്പോൾ കാപ്പി 2 ദിവസം അടുപ്പിച്ചാണെങ്കിൽ പറയും ചോറ് തന്ന് വിട്ടാൽ മതിയെന്ന് പറയും. ചിലപ്പോൾ പറയും ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചോളാം, വല്ലപ്പോഴെങ്കിലും നല്ല ഫുഡ് കഴിക്കട്ടെ എന്ന് പറയും. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറയും. അങ്ങനെ ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ മോൾക്കുള്ളത് ഞാൻ തലേ ദിവസത്തെ ചോറൊക്കെ പകുതി വേവാകുമ്പോൾ എടുത്ത് വയ്ക്കാറാണ് കേട്ടോ പതിവ്. രാവിലെ നമുക്ക് ചോറ് വയ്ക്കാമെന്ന് പറയുന്നത് കാരണം പിന്നെ വെളുപ്പിനേക്ക് എണീച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും ചോറ് വല്ലാണ്ടായി പോകും, ഇത്രയും വെളുപ്പിനെ വയ്ക്കുന്ന ഇതാകുമ്പോഴത്തേക്കും. അതുകൊണ്ട് തലേ ദിവസം പകുതി വേവാകുമ്പോൾ ചോറിനെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് പിറ്റേ ദിവസം വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് കുറച്ചുകൂടെ വേവിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. എപ്പോഴും 2 പേർക്കും ചോറ് കൊടുത്തിടുമ്പോൾ ഞാൻ അത് തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ വെച്ച് നമ്മുടെ അവിയൽ ഒക്കെ സെറ്റ് ചെയ്ത്, പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നേ. ഇത് ഞാൻ പയർ മെഴുക്കുവരട്ടി, അത് ഇന്നത്തേക്ക് ഇരുന്നാൽ പിന്നെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ആ ഒരു ദിവസം കൂടി ഇരിക്കത്തുള്ളായിരുന്നു, പിറ്റേ ദിവസത്തേക്ക്. അപ്പോഴത്തെ ഓൾറെഡി 3-4 ദിവസം ആയതാണ്. പിന്നെ വാടി, ഇനി അത് തോരൻ വയ്ക്കാനും കൊള്ളില്ല. അതുകൊണ്ടാണ് മെഴുക്കുവരട്ടി. അപ്പോൾ മോൾക്ക് പയർ മെഴുക്കുവരട്ടൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. തോരനാണെങ്കിൽ അവൾ കഴിക്കും, പയർ തോരനാണെങ്കിൽ ഇഷ്ടമുണ്ട്. മെഴുക്കുവരട്ടി അത്ര പോട്ടെ. അപ്പം അവൾക്കതൊന്നും കൊടുത്തു വിടുന്നില്ല, ഇത്രമാത്രം തന്നെയാണ്. ഇതിനിടയ്ക്ക് ചേട്ടന് പോകാനും സമയം. അപ്പോൾ ചേട്ടനുള്ള ദോശയും ചമ്മന്തിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് റെഡിയാക്കി കൊടുക്കുന്നതവിടെ. തേയില വെള്ളവും കാപ്പിയുടെ കൂടെ തേയിലുള്ള, രാവിലെ ചായയും പിന്നെ കാപ്പിയുടെ കൂടെ തേയില വെള്ളമാണ് ഇവിടെ വീട്ടിലെല്ലാവർക്കും പതിവുള്ളൊരു കാര്യം. ഞാൻ ഇതിനിടയ്ക്ക് ചൂടോടുകൂടി തന്നെ ദോശയും കൂടെ ചുട്ട്, എനിക്ക് ചൂടോടുകൂടി കഴിക്കാനാണ് ഇഷ്ടം, കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ എക്സ്പ്രഷൻ ഇടുന്നത് വേറൊന്നുമല്ല, വീട്ടിൽ നെത്തോലി ആയതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. 1.5 ആഴ്ചയായിട്ട് വീട്ടിൽ നെത്തോലിയാണ്. അത് എവിടെ കിടക്കുന്നു എന്തോ ഈ നെത്തോലി, എനിക്കറിയില്ല. അതിൻ്റെ ദേഷ്യത്തിൽ നിന്നപ്പോൾ അവളൊന്ന് വീഡിയോ എടുത്തു. അമ്മയുടെ എക്സ്പ്രഷനൊക്കെ നാട്ടുകാരും കൂടെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് ആളെന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ അവളെ ടാറ്റയും പറഞ്ഞ് സ്കൂളിൽ പോയിട്ടുണ്ട്.